സുഹൃത്തുക്കളെ നമസ്കാരം. കഴിഞ്ഞ 199 ആഴ്ചകൾ ഓരോ വ്യാഴാഴ്ചയും രാവിലെ കൃത്യം 9 മണിക്ക് ഒരു തവണ പോലും മുടങ്ങാതെ KKG ഇഫക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യതയായി ഞാൻ കാണുന്നു. ഇന്ന് നാം എത്തി നിൽക്കുന്നത് ആ യാത്രയിലെ 200ാമത്തെ എപ്പിസോഡിലാണ്. ഈ തുടർച്ചയ്ക്ക് പിന്നിലെ ഏക ഊർജം നിങ്ങൾ നൽകുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിന് ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു. ഈ 200ാമത്തെ എപ്പിസോഡിനായി ഞാൻ കരുതി വച്ചിരിക്കുന്നത് ലോകം മുഴുവൻ ചർച്ച ചെയ്ത വിസ്മയകരമായ ഒരു പോരാട്ടത്തിന്റെ കഥയാണ്. തകർക്കപ്പെട്ടേക്കാം, പക്ഷേ തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു മനുഷ്യന്റെ കഥ. ആരാണ് ആ മനുഷ്യൻ? എന്താണ് ആ ജീവിതം ലോകത്തിന് നൽകിയ വലിയ പാഠം? KKG ഇഫക്റ്റിന്റെ 200ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. 1961 ജൂലൈ മാസം 2-ാം തീയതി അമേരിക്കയിലെ ഐഡഹോയിൽ പ്രഭാതം പൊട്ടിവിരിയുന്നു. അവിടെ ഒരു വീട്ടിലെ വെടിയൊച്ച കേട്ടാണ് അയൽക്കാരൻ ഞെട്ടി ഉണർന്നത്. തൻ്റെ പ്രിയപ്പെട്ട ഇരട്ടക്കുഴൽ ഷോട്ട് ഗൺ ആ മനുഷ്യൻ വായിൽ തിരുകി സ്വയം കാഞ്ചിവലിച്ചു. ലോക പ്രശസ്തനും നോബൽ സമ്മാന ജേതാവുമായ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ അന്ത്യമായിരുന്നു അത്. ആ വാർത്ത ലോകത്തെ നടുക്കി. തോക്ക് വൃത്തിയാക്കുമ്പോൾ സംഭവിച്ച അപകടം എന്നായിരുന്നു ആദ്യം ലോകത്തെ ധരിപ്പിച്ചത്. പക്ഷെ ആരും അത് വിശ്വസിച്ചില്ല. കാരണം അദ്ദേഹം നല്ലൊരു വേട്ടക്കാരനായിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം അസംഭവ്യം. 5 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ സത്യം വെളിപ്പെടുത്തി. അതൊരു ആത്മഹത്യയായിരുന്നു. തനിക്ക് പഴയതുപോലെ എഴുതാൻ കഴിയുന്നില്ല എന്ന തിരിച്ചറിവിൽ ആ വിശ്വസാഹിത്യകാരൻ സ്വയം വിടവാങ്ങി. ലോകത്തെമ്പാടുമുള്ള സാഹിത്യപ്രേമികളുടെ ഹൃദയം വിങ്ങുന്ന വാർത്തയായിരുന്നു ആ വേർപാട്. പക്ഷേ തോൽക്കാൻ മനസ്സില്ലാത്ത മനുഷ്യരെക്കുറിച്ച് അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ച ആ പോരാട്ടത്തിൻ്റെ കഥയ്ക്ക് മരണമില്ല. അതിന്നും വായനക്കാരുടെ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുന്നു. അദ്ദേഹത്തിന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ, കിഴവനും കടലും എന്ന നോവലിലെ നായകൻ സാന്റിയാഗോ എന്ന കടൽ കിഴവനാണ്. തുടർച്ചയായ 84-ാം ദിവസം ഒരു മീൻ പോലും കിട്ടാതെ നിരാശയിലായിരുന്നു അയാൾ. എങ്കിലും 85-ാം ദിവസം തൻ്റെ ഒരേ ഒരു കൂട്ടുകാരനായ കൊച്ചു ബാലൻ നൽകിയ ഒരു കഷ്ണം ബ്രെഡും കഴിച്ച് ഒരു കുപ്പി വെള്ളവും അല്പം ഭക്ഷണവുമായി സാന്റിയാഗോ തൻ്റെ കൊച്ചുവഞ്ചിയിൽ കടലിനെ കീഴടക്കാൻ വീണ്ടും ഇറങ്ങി. അന്ന് അയാളുടെ ചൂണ്ടയിൽ ഒരു ഭീമൻ മെർലിൻ മത്സ്യം കുടുങ്ങി. ഈ എന്നെയാണോ നീ കീഴ്പ്പെടുത്താൻ പോകുന്നേ എന്നവണ്ണം ശരീരം മുഴുവൻ കാണത്തക്ക വിധം അത് വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു ചാടി. അതിൻ്റെ വലിപ്പം കണ്ട് സാന്റിയാഗോ ഞെട്ടുന്നു. 3 ദിവസം സാന്റിയാഗോയെയും വലിച്ചുകൊണ്ട് ആ ഭീമൻ മത്സ്യം കടലിൻ്റെ ആഴങ്ങളിലേക്ക് കുതിച്ചു. എന്നാൽ തോറ്റുകൊടുക്കാൻ തയ്യാറാവാതെ തൻ്റെ സർവ്വശക്തിയും സംഭരിച്ച് സാന്റിയാഗോ ആ ചരടിൽ മുറുക്കി പിടിച്ചു. ഉറക്കമില്ലാത്ത രാപ്പകലുകൾ നീണ്ട കഠിനമായ പോരാട്ടത്തിനൊടുവിൽ അയാൾ ആ മത്സ്യത്തെ കീഴടക്കി വഞ്ചിയോട് ചേർത്ത് കെട്ടി. എന്നാൽ അധികം വൈകാതെ അതിൻ്റെ ചോരമണം പിടിച്ച് കടലിലെ മാംസദാഹികളായ സ്രാവുകൾ അവിടെ എത്തിത്തുടങ്ങി. അതിനെ കടിച്ചു കീറാൻ വന്ന സ്രാവുകളോടും വൃദ്ധന് പടവെട്ടേണ്ടി വന്നു. 4 സ്രാവുകളെ വകവരുത്തിയപ്പോഴേക്കും ആയുധങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടിരുന്നു. ദേഹമാസകലം ചോരയൊലിപ്പിച്ച് 3 പകലും ഇരവും ആ വൃദ്ധൻ പോരാടി. താൻ ജീവൻ പണയപ്പെടുത്തി കീഴപ്പെടുത്തിയ ആ ഭീമൻ മത്സ്യത്തിന്റെ മാംസം സ്രാവുകൾ കടിച്ചു കീറുന്നത് തളർന്നുപോയ കൈകളിൽ ഒരായുധം പോലുമില്ലാതെ അയാൾക്ക് നിസ്സംഗനായി നോക്കി നിൽക്കേണ്ടി വന്നു. ഒടുവിൽ വഞ്ചിയോട് ചേർത്ത് കിട്ടിയ ആ മത്സ്യത്തിന്റെ അസ്ഥികൂടം മാത്രമായി അയാൾ കരയ്ക്കെത്തി. വെച്ച് നടന്നും പലതവണ വീണും ഒടുവിൽ എങ്ങനെയോ അയാൾ തൻ്റെ ഇരുണ്ട മുറിയിൽ എത്തിച്ചേർന്നു. രാവിലെ തീരത്തെത്തിയവർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. സാന്റിയാഗോയുടെ വഞ്ചിയും അതിനോട് ചേർത്ത് കിട്ടിയ നിലയിൽ വഞ്ചിയേക്കാൾ വലിപ്പമുള്ള ഒരു മെർലിൻ മത്സ്യത്തിൻ്റെ അസ്ഥികൂടവും. മാംസം മുഴുവൻ സ്രാവുകൾ തിന്നു തീർത്തിരുന്നു. പക്ഷേ ആ അസ്ഥികൂടം സാന്റിയാഗോയുടെ പരാജയമായിരുന്നില്ല, മറിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ പോരാട്ടത്തിൻ്റെ അടയാളമായിരുന്നു. ഈ കഥ എഴുതാൻ ഹെമിംഗ്വേ ക്യൂബയിൽ വർഷങ്ങളോളം താമസിച്ച് മീൻപിടുത്തക്കാരുടെ ജീവിതം അടുത്ത് പഠിച്ചു. തൻ്റെ എഴുത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അങ്ങേയറ്റത്തെ കൃത്യത പുലർത്തിയ അദ്ദേഹം ഓരോ വാക്കും അളന്നു മുറിച്ചാണ് ഈ നോവലിൽ ചേർത്തത്. ആ കഠിന പ്രയത്നവും സമർപ്പണവുമാണ് ഈ കഥയെ ഇന്നും ജനകോടികളുടെ മനസ്സിൽ മായാതെ നിലനിർത്തുന്നത്, നോബൽ സമ്മാനത്തിന് അർഹമാക്കിയതും. സുഹൃത്തുക്കളെ, ഈ കഥ നൽകുന്ന പാഠം എന്താണ്? ജീവിതം പലപ്പോഴും ഇതിലെ സ്രാവുകളെ പോലെ നമ്മെ ആക്രമിച്ചേക്കാം. കഠിനാധ്വാനം ചെയ്തിട്ടും ഒടുവിൽ കൈകളിൽ അസ്ഥികൂടങ്ങൾ മാത്രമാണ് മിച്ചമെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഓർക്കുക, ലോകം നോക്കുന്നത് ആ അസ്ഥികൂടത്തിലേക്കല്ല, പകരം ആഞ്ഞടിച്ച തിരമാലകൾക്കും
വിശന്നു വരുന്ന മാംസദാഹികളായ സ്രാവുകൾക്കുമിടയിൽ നിങ്ങൾ നടത്തിയ ആ വിട്ടുകൊടുക്കാത്ത പോരാട്ടത്തെയാണ്, തകരില്ലെന്ന് ഉറപ്പിച്ച മനസ്സിനെയാണ്. ഹെമിംഗ്വേ സാന്റിയാഗോയിലൂടെ ലോകത്തോട് പറഞ്ഞ ആ വലിയ സത്യം ഇതാണ്: മനുഷ്യനെ നശിപ്പിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ തോൽപ്പിക്കാൻ കഴിയില്ല. ഈ പോരാട്ട വീര്യത്തോടെ നമുക്ക് മുന്നേറാം. ബൈ ഫ്രം KKG.